ആരുടെ പ്രശ്നമെന്ന് കേൾക്കുന്നുണ്ട്, ആരുടെ രോധമെന്ന് കേൾക്കുന്നുണ്ട്. എന്താണ് അരുൺ ചെയ്ത്? അതായത് സാധാരണ ആരുടെ പ്രശ്നം എന്നൊരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നത്തിനെയൊക്കെയാണ് ഈ ആരുടെ പ്രശ്നം എന്നൊക്കെ പൊതുവെ പറഞ്ഞു വരല്. ഇനി ആരുടെ രോധം എന്നുള്ളൊരു വിഷയത്തിലാണെങ്കിൽ അതും സാധാരണഗതിയിൽ പല ആൾക്കാരും, പ്രത്യേകിച്ച് മധ്യ കേരളത്തിലൊക്കെയാണ് ഇത് കൂടുതൽ ഉപയോഗിച്ച് വരുന്നത്. എങ്കിൽ പോലും പല ആൾക്കാർക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്തതാണ്. ഞാനും ഇത് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലെനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ അതീത ഫലം ആരൂഢം, ഉദയാൽ ആഗമനം ഫലം. ആദ്യം തന്നെ ആരൂഢം എന്താണെന്ന് നോക്കാം. സാധാരണഗതിയിൽ ഒരു പ്രശ്നത്തിന് വേണ്ടിക്കൊണ്ട് ഒരു ജാതകത്തിന് സമമായിക്കൊണ്ടാണ് പ്രശ്നം എന്നുള്ളത് മുന്നേ പറഞ്ഞു പോകുന്നുണ്ട് പല സ്ഥലങ്ങളിലും. പക്ഷേ ഒരു പ്രശ്നത്തിനായിക്കൊണ്ട് ഒരു പൃച്ഛകൻ ഒരു ദൈവജ്ഞനെ സമീപിക്കുന്ന സമയത്ത് അധിഷ്ഠിതമായിട്ടുള്ള രാശി, അതായത് ഈ പൃച്ഛകൻ ആ ദൈവജ്ഞൻ്റെ ഏതൊരു ഭാഗത്താണോ നിൽക്കുന്നത് ആ രാശി ആ ദിക്കിനെ ഒരു രാശിയായിട്ട് കൽപ്പിച്ചുകൊണ്ട് പ്രശ്നം ചിന്തിക്കുകയാണ് സാധാരണ മുന്നൊക്കെ ചെയ്തു വരാറ്. അപ്പോൾ സാധാരണഗതിയിൽ ഉദയരാശി എന്നാൽ എല്ലാ ദിവസവും ഉദയം നടന്നുകൊണ്ടിരിക്കും രാവിലെ. അപ്പോൾ ഏതൊരു മാസമാണോ ആ മാസത്തിൽ നിന്നും ഉദയരാശി തുടങ്ങിക്കൊണ്ട് അടുത്ത ദിവസം നേരം വെളുക്കുന്ന പുലർച്ചെ സമയത്തേക്ക് വീണ്ടും അതേ രാശിയിലേക്ക് വന്നു ചേരുന്ന പ്രകാരം ഉദയം നടന്നുകൊണ്ടേയിരിക്കും. പക്ഷേ അവിടെ ഒരു ആരൂഢം വേണം എന്നുള്ളൊരു ആവശ്യം വരാനുള്ളൊരു പ്രധാന കാരണം, ഒരു മാസം ഇപ്പോൾ ഒരു ചിങ്ങമാസത്തിലാണെങ്കിൽ ചിങ്ങമാസം സാധാരണ പഴയ കാലഘട്ടങ്ങളിലൊക്കെ പകൽ മാത്രമേ പ്രശ്നം ചിന്തിക്കുള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഉദയരാശി മാത്രം നോക്കിയിട്ടാണ് ഫലം പ്രവചനം. എന്നാൽ ഈ ചിങ്ങമാസത്തിൽ ഉദയരാശി നോക്കുകയാണെങ്കിൽ പകലുള്ള പ്രശ്നത്തിൽ ചിങ്ങം രാശി മുതൽ ആറാമത്തെ രാശിയായിരിക്കുന്ന മകരം രാശി വരേക്ക് ആ ഉദയം നടക്കുള്ളൂ. ബാക്കിയുള്ള രാശികളൊക്കെ രാത്രിയിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ രാശികളെ നമുക്ക് വിശകലനം ചെയ്യാനൊന്നും സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ആരൂഢം വേണം എന്നുള്ളൊരു നിരന്തരോദ്യതാംഭാനാം കസ്യാപ്യസ്തുതയസ്തുതാം തഥാപ്യാരൂഢവാഞ്ചായ തതോസേവ പ്രധാനത. അപ്പോൾ ഒരു ആരൂഢം വേണം എന്നുള്ളൊരു ആവശ്യത്തിൻ്റെ പേരിലാണ് ഒരു ആരൂഢം എന്നുള്ളൊരു വിഷയം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആരൂഢത്വൽ പൃച്ഛകേന രാശിരാരൂഢ ഉച്യതേ. അപ്പോൾ പൃച്ഛകനാൽ നിൽക്കുന്നതായിട്ടുള്ള രാശി, കയറി നിൽക്കുന്നത് എന്നൊക്കെയാണ് ഈ ആരൂഢം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പറയുന്നത്. അപ്പോൾ അത് ആരൂഢമായി കൽപ്പിച്ച്, അല്ലെങ്കിൽ അതൊരു ഈ പൃച്ഛകൻ്റെ പ്രധാന ഒരു വിഷയമായിട്ട് കൽപ്പിച്ചുകൊണ്ട് അവിടെ പ്രശ്നചിന്തന നടത്തുകയാണ്. അപ്പോൾ ഇതിലത്തെ മറ്റൊരു കാര്യമാണ് ആരൂഢം തടുക്കുക അല്ലെങ്കിൽ ആരൂഢ രോധം എന്നുള്ളൊരു വിഷയം. അതായത് അതീതഫലം ആരൂഢം കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ നമ്മളിലേക്ക് വന്നു ചേർന്നിട്ടുള്ള കർമ്മഫലങ്ങളെയാണ് ആരൂഢത്തെ കൊണ്ട് സൂചിപ്പിക്കുക. ഉദയാൽ ആഗമനം ഫലം വരാൻ പോകുന്ന കാലഘട്ടത്തിനെ സൂചിപ്പിക്കേണ്ട രാശിയാണ് ഉദയരാശി. ഈ രണ്ട് രാശികളും തമ്മിൽ നേരിട്ട് ബന്ധമില്ലാത്തൊരവസ്ഥ വരുന്നതിനാണ് ആരൂഢം തടുക്കുക എന്നുള്ളൊരു വിഷയം പറയാം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സാധാരണഗതിയിൽ പറയും നമ്മുടെ ഈ ഇതുവരേക്കുള്ള നമ്മുടെ പ്രവൃത്തികളുടെ ഫലമാണ് വരാൻ പോകുന്ന കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുക. അത് നമുക്ക് പൊതുവെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ന് നമ്മൾ നല്ലത് പ്രവർത്തിക്കുകയാണെങ്കിൽ നാളെ നമുക്ക് അതിൻ്റെതായ ഗുണം അനുഭവിക്കാൻ സാധിക്കും. ഇത് തന്നെയാണ് ഈ ആരൂഢം തടുക്കുക എന്നുള്ളൊരു വിഷയം, അല്ലെങ്കിൽ ആരൂഢരോധം എന്നുള്ളൊരു വിഷയത്തിലേക്കും വരുന്നത്. കാരണം ഈ കഴിഞ്ഞു പോയ കാലഘട്ടത്തിനെ സൂചിപ്പിക്കേണ്ട ആരൂഢം, വരാൻ പോകുന്ന കാലഘട്ടത്തിനെ സൂചിപ്പിക്കേണ്ട ഉദയരാശി, ഇത് രണ്ടും തമ്മിൽ ബന്ധമില്ലാത്തൊരവസ്ഥ വരുന്ന സമയത്ത് ഇതിലെന്തോ ചില തടസ്സങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ തടസ്സങ്ങൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മുടെ കൃത്യമായിട്ടുള്ള ഫലപ്രവചനത്തിലേക്ക് ഒരു തടസ്സം നിൽക്കുന്നതായിട്ടുള്ള ഏതോ ശക്തമായിരിക്കുന്ന ഒരു ദോഷം കാണിക്കുന്നുണ്ട്. ഈ ദോഷം സാധാരണഗതിയിൽ ഈ ആരൂഢം തടുക്കുക എന്നുള്ളത് 4 പ്രകാരത്തിലാണ് പറയാം. ധനക്ഷം ദൈവകോപേന, വൈരക്ഷ്യം ശത്രുബാധയ, രന്ധ്രം പൈതൃകോപാശ, ദ്വാദശം ശത്രുബാധയ. ഇതാണ് പ്രധാനമായിട്ടും പറയാം. അപ്പോൾ ധനക്ഷം ദൈവകോപേന, 2ാം ഭാവത്തിൽ ഉദയരാശി വരികയാണെങ്കിൽ അതൊരു ദേവകോപത്തിൻ്റെ വിഷയമാണ്. വൈരക്ഷ്യം ശത്രുബാധയാണ്. 6ാം ഭാവത്തിൽ ഉദയരാശി വരികയാണെങ്കിൽ അത് ശത്രുകൃതമായിരിക്കുന്ന ചില ദോഷങ്ങളുടെ ഭാഗമായിട്ടും. രന്ധ്രം പൈതൃകോപാശ, 8ാം ഭാവത്തിൽ ഉദയരാശി വന്നാൽ ചില പൈതൃകപരമായിരിക്കുന്ന ചില ദോഷങ്ങളും. ദ്വാദശം പ്രേതബാധയാണ്. 12ൽ ഉദയരാശി വരുന്ന സമയത്ത് അത് പ്രേതകൃതമായിരിക്കുന്ന ചില ദോഷങ്ങളുടെ ഭാഗമായിക്കൊണ്ടാണ് ആരൂഢം തടുക്കുക എന്നുള്ളൊരു വിഷയം വരുന്നത്. അപ്പം നമ്മൾ പ്രധാനമായിട്ടും വേണ്ടത് അങ്ങനത്തെ ഒരു ആരൂഢരോധം എന്നുള്ളൊരു വിഷയം കണ്ടാൽ ആ വിഷയത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചിന്തിക്കണം. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മധ്യ കേരളത്തിലൊക്കെ ഇപ്പോൾ ഞാനടക്കാണെങ്കിൽ പോലും ചില രാശികൾ ആരൂഢരോധം പോലുള്ള വിഷയങ്ങളൊക്കെ കണ്ടുകൊണ്ട് അത്
ഗുരുക്കന്മാരുടെ ഒരു നിർദ്ദേശപ്രകാരം തന്നെയാണ് മുന്നേ പഠിക്കുന്ന സമയത്ത് അറിഞ്ഞിട്ടുള്ള ആ നിർദ്ദേശപ്രകാരം തന്നെ നമ്മളാണെങ്കിലും ചിലപ്പോൾ രാശി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തതായിട്ടുള്ള ചില അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇതിന് ഒരു വിപരീതമായിട്ടുള്ള ചില യോഗങ്ങളും കാണിക്കുന്നുണ്ട്. തൽപ്രാപ്തേ ശശിമംഗളാന്യത ഗുരു എന്നൊക്കെ പറയുന്ന ചില യോഗങ്ങളുണ്ട്. അവിടെ ശശിമംഗള യോഗമോ കേസരി യോഗമോ വരികയാണെങ്കിൽ അത് രോധം വിനാ പൃഷ്ടുവി, രോധം എന്നുള്ള വിഷയം ഉണ്ടെങ്കിൽ പോലും പ്രശ്നം മുന്നോട്ട് കൊണ്ടുപോവാം എന്നൊക്കെ പറയുന്ന മറ്റ് ശ്ലോകങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ആരൂഢം തടുക്കുക എന്നുള്ളൊരു പ്രധാനമായിട്ടുള്ള വിഷയം ഇതാണ്. കഴിഞ്ഞു പോയ കാലഘട്ടത്തിനെ സൂചിപ്പിക്കേണ്ടതായിട്ടുള്ള അത്രത്തു ദ്വിവിധം കർമ്മ പ്രാക്കർമ്മ നിജയത്നത. അതായത് കർമ്മങ്ങളിൽ 2 കർമ്മങ്ങൾ പ്രാധാന്യം അർഹിക്കുന്നു. പ്രാക്കർമ്മം മുൻജന്മവുമായിട്ട് അല്ലെങ്കിൽ മുന്നത്തെ കർമ്മങ്ങളും, നിജയത്നജ ഈ ജന്മത്തിലെ കർമ്മങ്ങളും. ഇതിൽ മറ്റൊരു പ്രത്യേകതയും കൂടിയും പറയാം. അതായത് കാലങ്ങൾ 3 പറയാം: ഭൂതം, ഭാവി, വർത്തമാനം. പക്ഷെ ഇതിൽ ഈ വർത്തമാനം എന്നുള്ളൊരു കാലം സങ്കല്പം മാത്രമാണ് പൊതുവെ. കാരണം വർത്തമാനകാലത്തിന് നമുക്ക് നിർവചനം ചെയ്യാൻ സാധിക്കില്ല. ഏതാണ് ഈ വർത്തമാനകാലം എന്ന് പറഞ്ഞാൽ നമുക്കത് പറയാൻ സാധിക്കില്ല. കാരണം ഒരു പ്രവൃത്തി ചെയ്യുന്നത് വരേക്കും ഭാവിയാണ്, ചെയ്തു കഴിഞ്ഞാൽ അത് ഭൂതമായി. പക്ഷേ അപ്പോൾ വർത്തമാനം എന്നത് വളരെ ചുരുക്കം സമയത്തിനുള്ളിൽ കഴിഞ്ഞു പോകുന്നൊരു വിഷയമാണ്. പക്ഷേ ഈ വർത്തമാന കാലഘട്ടങ്ങൾ ജന്മങ്ങളിൽ നോക്കുകയാണെങ്കിൽ വർത്തമാന കാലഘട്ടം എന്നത് ഈ ജന്മമാണ്. ഇനി ഒരു പ്രശ്നപ്രകാരം നോക്കുകയാണെങ്കിൽ അവിടെ ഒരു സംപ്രേരിമാണത്വം, ഒരു ജ്യോത്സ്യനെ കാണണം എന്നുള്ളൊരു പ്രേരണയുടെ ഭാഗമായിട്ട് ഒരു ജ്യോത്സ്യനെ കണ്ട് പ്രശ്നം എപ്പോൾ ക്ഷണിക്കുന്നു, അവിടെ പൃച്ഛ എന്നുള്ളൊരു വിഷയം തുടങ്ങി. എപ്പോൾ ക്ഷണിക്കുന്നു അതിനുശേഷം ആ പ്രശ്നപ്രകാരം കണ്ട വിഷയങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള പരിഹാരം കഴിയുന്നത് വരേക്കാണ് അവിടുത്തെ ഒരു വർത്തമാന കാലഘട്ടം എന്ന് പറയാം. അപ്പോൾ ഇതൊക്കെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാലഘട്ടങ്ങളെയും കൂടിയും സൂചിപ്പിച്ചുകൊണ്ടാണ് ആരൂഢരോധം എന്നുള്ളൊരു വിഷയം അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ രോധം എന്നുള്ളൊരു വിഷയം തന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന പ്രവൃത്തികളല്ല നമ്മളിനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ അനുഭവിക്കണം എന്നുള്ളൊരു വിഷയം കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് ഏതെങ്കിലും വല്ല ദോഷങ്ങളുടെ ഒരു ഇടപെടൽ മൂലമാണ് ഇതിലേക്കൊരു മാറ്റം വരുന്നത്. ആ ഇടപെടൽ എന്താണെന്ന് നോക്കുക. അത് ദേവകോപത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണോ, ശത്രുദോഷത്തിൻ്റെ ആണോ, പൈതൃക ശാപത്തിൻ്റെ ആണോ, പ്രേതകോപങ്ങൾ മുതലായിരിക്കുന്ന വിഷയങ്ങളാണോ, ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ആ വിഷയത്തിന് പ്രാധാന്യം കൊടുത്ത് ചിന്തിക്കുകയും അതിനുശേഷം ബാക്കി രാശികളെല്ലാം വിശകലനം ചെയ്ത് അവരുടേതായിട്ടുള്ള വിഷയങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്താൽ അവർ ആ വിഷയം തീരും. അപ്പോൾ ഇതാണ് ഈ പറയുന്ന ആരൂഢം തടുക്കുക എന്നുള്ളൊരു വിഷയം. ഈ ആരൂഢ പ്രശ്നം നിരന്തരമായിട്ട് ആൾക്കാർ ചോദിക്കാറുണ്ടോ? ഈ സാധാരണ പ്രശ്നമാർഗേണ കണ്ടുപിടിക്കുന്നതിന് പുറമെ ഈ ആരൂഢ പ്രശ്നത്തിലേക്ക് പോകേണ്ട റീസൺ എന്താണ്? അതായത് നമ്മൾ ഈ ആരൂഢം നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഈ ആരൂഢം നിർമ്മിക്കുക എന്നുള്ളത് ഈ പ്രകാരമാണ്. അതിൽ ഭൂമിയെ മറ്റൊരു കാര്യം പറഞ്ഞു നേരത്തെ. അതായത് ഭൂമിപരമായിട്ടുള്ള വിഷയങ്ങളെ ചിന്തിക്കേണ്ടതായിട്ടുള്ളൊരു ആവശ്യമാണ് ആരൂഢ പ്രശ്നം എന്ന് പറഞ്ഞു വരുന്നത്. അപ്പോൾ അതിൽ ഈ ചില ആൾക്കാർ പുതിയതായിട്ട് ഈ റിയൽ എസ്റ്റേറ്റുകാരെല്ലാം ആരൂഢ പ്രശ്നം വെച്ച് നോക്കണം. ശരിക്കും അങ്ങനെയാണ്. കാരണം അതിൽ 2 വിഷയം വരുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദോഷങ്ങളില്ലാത്ത ഭൂമി ഉണ്ടാവില്ല. ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഒരുവിധവും ഭൂമികളിലൊക്കെ ഉണ്ടാവും. പക്ഷേ അതിലത്തെ ഒന്ന് ആ ദോഷത്തിൻ്റെ കാഠിന്യം അറിഞ്ഞ് ആ വിഷയത്തെ പരിഹരിക്കപ്പെടണം. രണ്ടാമത്തൊരു കാര്യം അത് ചില വ്യക്തികളിലേക്ക് അവരിലേക്ക് അത് യോജിച്ചതായിക്കൊള്ളുന്നില്ല. അതും ഒരു പ്രത്യേകതയാണ്. അതെന്താ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വിവാഹത്തിൻ്റെ വിഷയം പറഞ്ഞതുപോലെ തന്നെയാണ്. ചില വ്യക്തികൾക്ക് ചില ദോഷങ്ങളുള്ള ഭൂമി അത് നമ്മുടെ കൈകളിലേക്ക് വന്നാൽ നമുക്ക് അതിൻ്റെ ഭാഗമായിട്ട് നാശം പോലും സംഭവിക്കാം. അപ്പോൾ ദോഷമില്ലാത്ത ഭൂമി ഉണ്ടാവില്ല. അത് ചില വ്യക്തികളിലേക്ക് അത് കൂടുതലായിട്ട് ബാധിക്കപ്പെടാം. അതുകൊണ്ട് അവരിലേക്ക് ആ ഭൂമി യോഗ്യമാണോ, അതൊരു വിഷയം. രണ്ടാമത്തൊരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീട് പണി കഴിഞ്ഞു അത് പണി പൂർത്തിയാക്കാൻ സാധിക്കണില്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ഭൂമിയുടെ പേരിൽ ചിലപ്പോൾ നോക്കേണ്ടതായിട്ട് വരും. കാരണം ആ ഭൂമിയുമായിട്ട് നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ദോഷങ്ങൾ ഉണ്ടാവാം. അതോടൊപ്പം തന്നെ ഈ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ദേവതമാരുടെ ബന്ധം ഉണ്ടാവാം. ഇനി അതുമല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ശ്മശാന ബന്ധങ്ങൾ ഉണ്ടാവാം. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഞാൻ ഈ ചില കാട് പ്രദേശങ്ങൾ, ഈ അതിരപ്പള്ളി ഭാഗങ്ങളിലും ഒക്കെ പലപ്പോഴും പ്രശ്നത്തിന് പോകാറുള്ളതാണ്. അവിടങ്ങളിൽ പലപ്പോഴും പ്രശ്നം ചിന്തിച്ചുകൊണ്ട് ഒരു പ്രത്യേക വിഷയം കണ്ടെത്താറുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുനിയറയുടെ ബന്ധമാണ്. അത് ഈ ആരൂഢ പ്രശ്നം എന്നുള്ള രൂപത്തിൽ കൂടെ പ്രാധാന്യം കൊടുത്ത് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ആ വിഷയം കണ്ടെത്താനായിട്ട് സാധിക്കുക.
അത് ഈ മുനിയറയിൽ വീട് പണിയുക, അതല്ലെങ്കിൽ മുനിയറയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് താമസിച്ച് വരുന്ന ആളുകളിലേക്ക് അതിൻ്റേതായിട്ടുള്ള പല ദോഷങ്ങളും കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നെന്നങ്ങാടി പോലുള്ള വിഷയങ്ങളൊക്കെ കുഴിച്ചിട്ടുള്ള ഭൂമികൾ, അങ്ങനെ കുഴിച്ച് കിട്ടിയിട്ടുള്ള ഭൂമിയിൽ പോലും വീട് പണിതിട്ടും പല ദോഷങ്ങൾ അവരിലേക്ക് വന്നുകൊണ്ടും ഒക്കെ അങ്ങനെ പ്രശ്നം നോക്കേണ്ടതായിട്ടും വരാറുണ്ട്. അപ്പോൾ ഈ ആരൂഢ പ്രശ്നം എന്നുള്ളത് പ്രധാനമായിട്ടും ഭൂമിയെ പ്രധാനമായിട്ടും ചിന്തിക്കുകയും, അപ്പോൾ ഓരോ പ്രശ്നങ്ങൾക്കും ഓരോ പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ ഓരോ വ്യക്തിഗതമായിട്ടുള്ള പ്രശ്നങ്ങളിലാണെങ്കിലും രോഗപ്രശ്നം, രാജപ്രശ്നം, ഭോജന പ്രശ്നം, മുഷ്ടി പ്രശ്നം മുതലായിരിക്കുന്ന, പിന്നെ ഇപ്പോൾ പറഞ്ഞു വരുന്നതായിട്ടുള്ള ഒരു താമ്പൂല പ്രശ്നം, പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഭൂമിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചിന്തിക്കപ്പെടേണ്ടതായിട്ടുള്ളൊരു പ്രശ്നമാണ് ആരൂഢ പ്രശ്നം. ഈ ആരൂഢ പ്രശ്നം ഈ റിയൽ എസ്റ്റേറ്റ് മാഫിയ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നവർ, കുറച്ച് ഡീപ്പായിട്ട് റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നവർ എല്ലാവരും ഈ ആരൂഢ പ്രശ്നം നോക്കിക്കഴിഞ്ഞാൽ ആ ഭൂമിയിൽ ബന്ധനം ഉണ്ടോ എന്ന് തിരിച്ചറിയാം അല്ലേ? അതിൻ്റെ പെർസെൻറ്റേജ് ബന്ധനമുണ്ട് അല്ലെങ്കിൽ ആ ബന്ധനത്തിനെ ഒഴിപ്പിച്ചാൽ അതിൻ്റെ സക്സസ് റേറ്റ് എത്ര ശതമാനം ഉണ്ടായിരിക്കും? ഒരാളോട് പറയുന്ന സമയത്ത് അവർ പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. വിശ്വാസമുള്ള ഒരാൾക്ക് ഡെഫിനറ്റ്ലി ഇതൊരു ഉപയോഗമാണ്. വിശ്വാസം ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഇത് എങ്ങനെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും? അത് ഈ റിയൽ എസ്റ്റേറ്റുകാർ അവരൊക്കെയാണെങ്കിൽ തന്നെ ഈ ഒരു വിഷയത്തിന് അത്രയും പ്രാധാന്യം കൊടുക്കില്ല. കാരണം അവർക്ക് അത് സ്ഥിരമായിട്ട് അതിൻ്റേതായിട്ടുള്ള ഒരു ആവശ്യമില്ല. എന്നാൽ ഇത് സ്ഥിരമായിട്ട് അനുഭവിക്കേണ്ട ഒരു വ്യക്തിയിലേക്കാണെങ്കിൽ ഈ ബന്ധനം തീർത്തു കഴിഞ്ഞാൽ അവിടെ സുഖത്തെ പ്രദാനം ചെയ്യുന്നതാണ് ആ ഭൂമി പറയാം. അത് പ്രത്യേകം പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓരോ ഭൂമിക്കും ചില ഭൂമി അത് ക്ഷേത്ര നിർമ്മാണത്തിന് ഏറ്റവും അനുയോഗ്യമായിട്ടുള്ള ഭൂമിയാണ്. അങ്ങനെ ഓരോ ഭൂമിക്കും ചില പ്രത്യേകതകളും ഉണ്ടാവാം. പക്ഷേ നമുക്ക് അത്യാവശ്യം വെള്ളം കിട്ടുന്നതായിരിക്കാം, അതുപോലെ തന്നെ നല്ല ശ്വാസം, നല്ല വായു കിട്ടുന്ന ഭൂമിക്കായിരിക്കാം. പക്ഷേ ഇപ്രകാരമുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബന്ധനാദി ദോഷങ്ങളെല്ലാം കിടക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഈ താമസിക്കുന്ന ആ വ്യക്തികളിലേക്ക് ഏതെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടായിരിക്കും, ഏതെങ്കിലും ദോഷങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഈ പറയുന്നതായിട്ടുള്ള ബന്ധനം മുതലായിരിക്കുന്ന വിഷയങ്ങളെ തീർത്തുകൊണ്ടാണ് അവിടെ അധിവാസം ചെയ്യുന്നതെങ്കിൽ സക്സസ് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് അതിനനുസരിച്ചുകൊണ്ടാണ് ഇരിക്കുക. ആ ദോഷങ്ങൾ തീരുന്നതിനനുസരിച്ചും അവിടെ താമസിക്കുന്ന വ്യക്തികൾക്ക് അനുസരിച്ചുകൊണ്ടാണ് ഇരിക്കുക. പൊതുവെ കലഹനിവൃത്തി, രോഗനിവൃത്തി മുതലായിരിക്കുന്ന അനേക ഗുണങ്ങൾ എന്തായാലും ഉണ്ടാകും എന്നുള്ളതൊരു അനുഭവം കൂടിയിട്ടാണ്. ഓക്കെ, അരുൺജി പറയുന്നത് ഈ പറയുന്ന ആരൂഢ പ്രശ്നം അല്ലെ ആരൂഢ ബന്ധനം, ആരൂഢ തടുക്ക, ഇത് നമ്മൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഭൂമിയിൽ ഉണ്ടാകുന്ന ബന്ധനങ്ങളെ മാറ്റുകയും അതിനൊരു നെഗറ്റീവ് എനർജി എന്ന് മാറ്റി കൊടുക്കാൻ പറ്റുകയും തടുക്കുക എന്നത് മറ്റൊരു വിഷയമാണ്. ഈ ആരൂഢ പ്രശ്നം എന്നുള്ളത് ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ്. അതിലത്തെ ബന്ധനാദി ദോഷങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ട് അതിനെ തീർത്ത് സ്വസ്ഥമായിട്ടുള്ളൊരു ജീവിതം തുടങ്ങുക. അത് ഇപ്പോൾ ഭൂമിയുടെ ബന്ധനമോ ഭൂമിയുടെ ദോഷങ്ങളോ തീർന്നത് കൊണ്ട് സ്വസ്ഥത ഉണ്ടായിക്കൊള്ളുന്നില്ല. കാരണം ആ താമസിക്കുന്ന ആളുകളെയും കൂടിയും അടിസ്ഥാനമായിട്ടാണ് ഈ ഒരു വിഷയം നിൽക്കുക. അപ്പോൾ ഭൂമിപരമായിട്ടുള്ള ദോഷങ്ങളാണ് കണ്ടത് എങ്കിൽ ആ വിഷയം കൃത്യമായിട്ട് പരിഹരിക്കപ്പെട്ടാൽ ആ ദോഷം തീരുന്നതും, പ്രത്യേകിച്ച് ഈ ഭൂമി ദോഷങ്ങൾ പ്രധാനമായിട്ടും ബാധിക്കുക രോഗാരിഷ്ടതകളിൽ കൂടിയാണ്. കൂടുതലായിട്ടും നാൽക്കാലികളെ, അത് കഴിഞ്ഞാൽ കൂടുതലും കണ്ടുവന്നിട്ടുള്ള സ്ത്രീകളേക്ക് ആയിരിക്കും. കാരണം ഓരോ ഗൃഹത്തിൻ്റെ നാഥൻ എന്നുള്ളതിനേക്കാളും നാഥയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. അതുകൊണ്ട് സ്ത്രീകളിൽ എപ്പോഴും സുഖമില്ലായ്മ മുതലായിരിക്കുന്ന പല ദോഷങ്ങളും ഈ ഭൂമിയുടേതായിട്ടുള്ള ദോഷങ്ങളുടെ ഭാഗമായിക്കൊണ്ട് തന്നെ ഗർഭനാശം പോലും പലപ്പോഴും സംഭവിച്ചിട്ടുള്ളതും കണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭൂമി പരമായിരിക്കുന്ന വിഷയത്തിലാണ് ഈ രക്ഷസിൻ്റെ ബന്ധം, സർപ്പത്തിൻ്റെ അരിഷ്ടത, ഇങ്ങനെയുള്ളതായിട്ടുള്ള പല വിഷയങ്ങളും. സർപ്പത്തിൻ്റെ അരിഷ്ടതയൊക്കെ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പൊതുവേ അറിയാം. ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് ത്വക്ക് രോഗങ്ങളും ഗർഭനാശം പോലുള്ള പല വിഷയങ്ങളും ഇതുവരെ കണ്ടുവന്നിട്ടുണ്ട്. രക്ഷസ്, നീചമൂർത്തികൾ മുതലായിരിക്കുന്ന ചില മൂർത്തി ബന്ധങ്ങളൊക്കെയാണ് അതിലേക്ക് ബാധിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാൽക്കാലികളിൽ കൂടെ നമുക്ക് അതിൻ്റെ ചില ലക്ഷണങ്ങൾ കാണിച്ചു തരാം. പിന്നീട് കൂടുതലും ബാധിക്കുക ബാലക്ഷീരാദിനാശം എന്നൊക്കെ പറയുന്ന കുറേ വിഷയങ്ങൾ പറയുന്നുണ്ട്. കുട്ടികളിലേക്ക് കൂടുതലായിട്ടും ബാധിക്കും. അതായത് സാധാരണഗതിയിൽ പറയുക, ആ കുട്ടിക്ക് ഈ അമ്മയിൽ നിന്നും പാല് കിട്ടാത്ത അവസ്ഥ വരികയെന്ന് പറയാം. ആ പാല് പോലും നഷ്ടപ്പെട്ടുകൊണ്ട് കുട്ടിയിലേക്ക് ചില വിളർച്ച പോലുള്ള ചില അരിഷ്ടതകളും അതുപോലെയുള്ള പല വിഷയങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഉണ്ടായി കണ്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അധിവാസം ചെയ്യുന്ന ഭൂമിക്ക് അത്രയും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു ആരൂഢ പ്രശ്നമായിട്ട് ചിന്തിച്ച് അതിൽ നിന്നും നമുക്ക് ആദ്യം ആ താമസിക്കുന്ന ഭൂമി നമുക്ക് അനുകൂലമാണോ എന്നുള്ള വിഷയം നോക്കുകയും ശേഷം പിന്നീട് ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റനിഷ്ടങ്ങളെയും കൂടി നീക്കി സ്വസ്ഥമായാൽ മാത്രമേ ആളിലേക്ക് പൂർണ്ണമായിട്ടുള്ളൊരു സ്വസ്ഥത വരൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അരുൺജി, സന്തോഷം. കാര്യം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഈ ആരുടെ പ്രശ്നം വഴി എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. പലരും പല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് കൊടുക്കുന്നത്. അരുൺജി വളരെ വ്യക്തതയുള്ള അഭിപ്രായം കൊടുത്തു. സന്തോഷം. നന്ദി, നമസ്കാരം.